ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മുട്ട ബിരിയാണിയാണ്. ഇത് തയ്യാറാക്കുന്നത് റേഷൻ അരി കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ റേഷൻ അരി ഞാനൊരു 2 കപ്പ് റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊരു 3-4 പ്രാവശ്യം ഒന്ന് കഴുകി, എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇത് ചൂടുവെള്ളത്തിൽ ഒന്നോടെ കഴുകിയതിന് ശേഷം പിന്നീട് ചൂടുവെള്ളത്തിൽ തന്നെ ഒരു 15 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് വെള്ളം വാഴ്ത്തിയെടുക്കണം. ഈ ചൂടുവെള്ളത്തിൽ കഴുകണത് ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ചൂടുവെള്ളത്തിൽ കഴുകിയാൽ മാത്രമാണ് ഈ റേഷൻ അരിയുടെ ആ ഒരു മണമൊക്കെ ഉള്ളത് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം വെള്ളം വയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിക്ക് ഒരു 8 കപ്പൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ തിളപ്പിക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 6 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, പിന്നെ ഒരു ചെറിയ തക്കോലം, പിന്നെ ഒരു കുറച്ച് കുരുമുളക്, ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക്, പിന്നെ ഒരു 2 പട്ട, ഇത്ര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യിന് പകരം ഏതെങ്കിലും ഓയിൽ ചേർത്താലും മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ നാരങ്ങാനീര് കൂടി ചേർക്കാം. ഉപ്പ് വെള്ളത്തിൽ കുറച്ച് മുന്നിട്ട് വെക്കണം, എന്നാലാണ് ആ ഒരു റൈസൊക്കെ വെന്ത് വരുമ്പോൾ ആ ഒരു കറക്റ്റ് പാകത്തിന് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്തു. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് തിളക്കട്ടെ, തിളച്ചൊന്ന് വെന്ത് വരട്ടെ. ഈ മുട്ട ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ 3 സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഇത് ഞാൻ 2 മുളകാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ മുളക് നല്ല എരിവുള്ള മുളകാണ് കൊണ്ടാട്ടോ ഇത് 2 എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാരണ മുളകാണ് എടുക്കണമെങ്കിൽ ഒരു 8-9 മുളകെങ്കിലും എടുക്കേണ്ടി വരും കേട്ടോ. ഇത് അത്രയ്ക്ക് എരിവുണ്ട് ഈ മുളകിന്. അപ്പോൾ ആദ്യം തന്നെ ഇത് 3 കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് 3 കൂടി ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ഒരു പോട്ടിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതായത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ സവാളയിൽ നിന്നും ഒരു ചെറിയ പിടി സവാള എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കണം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു എണ്ണയിലേക്ക് തന്നെ കുറച്ചൊരു ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. പക്ഷെ കാഷ്നട്ട് ഇപ്പോൾ ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അപ്പോൾ അത് അതും വീർത്ത് വന്നിട്ടുണ്ട്. ഇതും കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി സവോള ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതായിപ്പോൾ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് ആ ഒരു നമ്മുടെ ആ മസാലയൊക്കെ നമ്മളിട്ട് ഒന്ന് എടുത്ത് മാറ്റിയുണ്ട്. കാരണം കുട്ടികൾക്ക് കൊടുക്കാനുള്ളപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിക്കൊള്ളുന്നില്ല ഒന്നും. അപ്പം ഇത് എടുത്ത് മാറ്റണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ഇവർക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രം എടുത്ത് മാറ്റുകയാണ്. കുറച്ചൊക്കെ എന്നാലും ഇതിനകത്ത് ഉണ്ടാവും കേട്ടോ. നമുക്ക് എല്ലാ മിറ്റൊന്നും കിട്ടത്തൊന്നുമില്ല. കാണുന്ന എടുത്ത് മാറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചോറ് നമുക്ക് ഒരു ഓട്ടപാത്രത്തിലിട്ട് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ ഇത് വേവാനായിട്ട്. ഇതിപ്പോൾ സവോള കുറച്ചൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് പച്ചമുളക് എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം.
പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞൾപ്പൊടി എന്നോട്ട് 1/4 ടീസ്പൂണൊക്കെ ചേർക്കണം. നിങ്ങൾ പുറത്തുനിന്ന് മേടിക്കണയൊക്കെ ആണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്തോളൂ കേട്ടോ. 1 ടീസ്പൂൺ ബിരിയാണി മസാല, അതില്ലെങ്കിൽ ഗരം മസാല. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഗ്രേവി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തോളൂ കേട്ടോ. സവോള ശരിക്കും വഴറ്റിയതിന് ശേഷം വേണം വെള്ളം ചേർക്കാനായിട്ട്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഞാൻ ഇതുപോലത്തെ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. ആഫ്രിക്കൻ മല്ലിയാണിത്. ഇത് കുറച്ചിട്ട് കൊടുത്താൽ മതി, നല്ലൊരു മണമായിരിക്കും ഇതിന്. ഇത് നമ്മുടെ വീട്ടിൽ നട്ടു വളർത്താൻ നല്ല എളുപ്പമാണ് കേട്ടോ. വലിയ പരിചരണമൊന്നും ആവശ്യമില്ലാത്തൊരു സംഭവം ഇത്. അപ്പോൾ ഇനി ഇത് മൂടി വയ്ക്കാം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ മുട്ടയിൽ മൊത്തത്തിൽ. കണ്ടോ, ഇപ്പോൾ ഗ്രേവി വളരെ കുറവാണെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ആ മുട്ടയിലേക്ക് നല്ലപോലെ ഗ്രേവിയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഗ്രേവിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കിയോളൂ കേട്ടോ. ഇനി അതൊക്കെ നമുക്ക് റൈസ് ചേർക്കാം. ഇത് 2-3 ലെയറൊക്കെ ആയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൂടെ ചേർക്കണുള്ളൂ, ഒറ്റ ഇതായിട്ട് എടുക്കണുള്ളൂ. ഇപ്പോൾ ഫ്ലെയിം ശരിക്കും കുറച്ചിട്ടതിന് ശേഷം റൈസൊക്കെ ചേർക്കുക കേട്ടോ. ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തുണ്ടാവും, ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് ബിരിയാണി മസാല ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഒരു 1 ടീസ്പൂൺ നെയ്യ്. നന്നായിട്ട് ചേർന്നിരിക്കുന്ന മൂടിപ്പാത്രമാണെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് ആ മൂടി എടുത്ത് വയ്ക്കാം. പിന്നെ അതുപോലെ ഈ മൂടിക്ക് ആവി പോണ ആ ഒരു ചെറിയ ഇതുപോലത്തെ ഒരു ഹോളുള്ള മൂടപ്പാത്രമാണെങ്കിൽ ഒരു ഹോൾ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അടച്ചു വെക്കണം. ഇത് അലുമിനിയം ഫോയിൽ വച്ചേക്കണോണ്ടാണ് അത് അടച്ചു വെക്കാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു 15 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതാ ബിരിയാണി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ തുറക്കണത്. നോക്കൂ, നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ദം ചെയ്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ദം ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ 15 മിനിറ്റാണ് കേട്ടോ നമ്മൾ ദം ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടുക്കി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മുട്ട ഞാൻ ആ വരഞ്ഞതൊരു ഇരുമ്പിൻ്റെ കത്തി കൊണ്ടാണ് വരഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു കളർ വന്നത്. സ്റ്റീൽ കത്തി കൊണ്ട് വരികയാണെങ്കിൽ അങ്ങനത്തെ കളറൊന്നും വരത്തില്ല. അപ്പോൾ ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റേഷൻ അരി കൊണ്ടുണ്ടാക്കിയ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനൊരു ചെറിയൊരു ഇതെടുത്ത് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.